ഗുഡ് മോർണിംഗ് ടു ഓൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, ദെൻ 2 ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടുന്നു. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നു. ദെൻ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിൽസ് ഓർ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് നന്നായിട്ട് പഠിക്കുക. നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ ₹60,000, ഡയറക്റ്റ് ലേബർ ₹40,000, ഫാക്ടറി ഓവർഹെഡ്സ് 50% ഓഫ് ഡയറക്റ്റ് ലേബർ, ഓഫീസ് ഓവർഹെഡ്സ് ₹50,000, സെല്ലിംഗ് ഓവർഹെഡ്സ് 30,000, പ്രോഫിറ്റ് 20% ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമാറ്റ് പ്രകാരം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫോർമാറ്റ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ കോളം വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് കോളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഫോർമാറ്റ് 2 എമൗണ്ട് കോളം തന്നിട്ടുണ്ട്. ഒന്ന് പെർ യൂണിറ്റ് കോളവും ഒന്ന് ടോട്ടൽ കോസ്റ്റ് കോളവുമാണ്. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് കോളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റിൻ്റെ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആദ്യം എഴുതുക, 60,000 എഴുതുക. ദെൻ ഡയറക്റ്റ് ലേബർ ₹40,000 എഴുതുക. ഡയറക്റ്റ് എക്സ്പെൻസസോ ചാർജബിൾ എക്സ്പെൻസസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് ഇവ രണ്ടും ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു. ദെൻ നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓവർഹെഡ്സ് ഇവിടെ പറയുന്നത് 50% ഓഫ് ഡയറക്റ്റ് ലേബർ എന്നാണ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 40,000 ആണ്. ഈ 40,000ൻ്റെ 50% കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 20,000 രൂപയാണ് വരുന്നത്. ഈ 20,000 രൂപയും കൂടെ ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ദെൻ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഓഫീസ് ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 50,000 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുക. സെല്ലിംഗ് ഓവർഹെഡ്സ് 30,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. ദെൻ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റിൻ്റെ 20% എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 20%മാണ് പ്രോഫിറ്റ്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമ്മളിപ്പം കണ്ടുപിടിച്ച് തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ ആൻസർ ആയിരുന്നു ടോട്ടൽ കോസ്റ്റ്. അതിൻ്റെ 20% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പം പ്രോഫിറ്റ് ടോട്ടൽ കോസ്റ്റിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ബുക്കിലേക്ക് ആൻസർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു നിങ്ങൾക്ക് നോട്ട്സ് തരുന്നുണ്ട്. ആ നോട്ട്സിന് ആൻസർ തരാം. അപ്പോൾ ആ ആൻസർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ ₹50,000, ഡയറക്റ്റ് വേജസ് ₹60,000, ഫാക്ടറി ഓവർഹെഡ്സ് 50% ഓഫ് ഡയറക്റ്റ് വേജസ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് 30% ഓഫ് ഫാക്ടറി കോസ്റ്റ്, സെല്ലിംഗ് ഓവർഹെഡ്സ് 40% ഓഫ് ഫാക്ടറി കോസ്റ്റ്, പ്രോഫിറ്റ് 30% ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ കോളം വരയ്ക്കുക. ഒരു എമൗണ്ട് കോളത്തിൻ്റെ ആവശ്യമുള്ളൂ. ടോട്ടൽ കോസ്റ്റ് കോളം നമുക്ക് ആൻസർ എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ 50,000 ആണ്. ഡയറക്റ്റ് വേജസ് 60,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കാര്യം പറയുന്നത് 50% ഓഫ് ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് 60,000 ആണ്. 60,000ൻ്റെ 50% ആണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 30,000 രൂപ. അപ്പം പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടും.
ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൻ്റെ കാര്യം പറയുന്നത് 30% ഓഫ് ഫാക്ടറി കോസ്റ്റിൻ്റെ 30% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയ ആൻസറാണ് ഫാക്ടറി കോസ്റ്റ്. അതിൻ്റെ 30% നമ്മൾ കണ്ടുപിടിക്കുക. 30%മാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. അപ്പോൾ നമ്മൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് സെല്ലിംഗ് ഓവർഹെഡ്സ് ആണ്. സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ കാര്യം പറയുന്നത് 40% ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ ഫാക്ടറി കോസ്റ്റിൻ്റെ 40% നമ്മുടെ സെല്ലിംഗ് ഓവർഹെഡ്സ്. അപ്പം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30% ഓഫ് കോസ്റ്റാണ്. 30% ഓഫ് ടോട്ടൽ കോസ്റ്റിൻ്റെ 30%. തൊട്ട് മുന്നേ കിട്ടിയ ടോട്ടൽ കോസ്റ്റിൻ്റെ 30% നമ്മൾ പ്രോഫിറ്റായിട്ട് എടുക്കുക. ദെൻ കോസ്റ്റും പ്രോഫിറ്റും കൂടെ, ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് ഓർ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. നമുക്കിനി മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണ്. മൂന്നാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ ₹50,000, ഡയറക്റ്റ് ലേബർ ₹20,000, ചാർജബിൾ എക്സ്പെൻസസ് ₹10,000, ഫാക്ടറി ഓവർഹെഡ്സ് ₹20,000, ഓഫീസ് ഓവർഹെഡ്സ് ₹60,000, സെല്ലിംഗ് ഓവർഹെഡ്സ് ₹20,000, പ്രോഫിറ്റ് 10% ഓൺ സെയിൽസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. എന്താ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ഓൺ സെയിൽസ് എന്നാണ് പറയുന്നത്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിരുന്നു. 20% ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ 20% ഓഫ് കോസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ 10% ഓൺ സെയിൽസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സെയിൽസിൻ്റെ 10% കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് നേരത്തെ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് വരെ ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ്. അതിനുശേഷം മാത്രമേ കുറച്ച് മാറ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ചാർജബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇവ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് കിട്ടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ദെൻ ഓഫീസ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. അതിന് ശേഷം നമ്മൾ പ്രോഫിറ്റാണ് ആഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് സെയിൽസിൻ്റെ ആണ് പെർസെൻറ്റേജ് പറയുന്നതുകൊണ്ട് നമുക്ക് സെയിൽസ് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മൾ ഫോർമാറ്റ് പ്രകാരം വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ട ഐറ്റം ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ 50,000, ദെൻ ഡയറക്റ്റ് ലേബർ 20,000, ദെൻ ചാർജബിൾ എക്സ്പെൻസ് ആയ ഡയറക്റ്റ് എക്സ്പെൻസസ് 10,000. ഇവ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൈം കോസ്റ്റ് 80,000. ദെൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ എമൗണ്ട് 20,000 ആണ്. 20,000 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 1 lakh ആണ്. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓഫീസ് ഓവർഹെഡ്സ്. ഓഫീസ് ഓവർഹെഡ്സിൻ്റെ എമൗണ്ട് 60,000 ആണ്. ദെൻ നമ്മൾ 60,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1,60,000 കിട്ടുന്നു. ദെൻ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് സെല്ലിംഗ് ഓവർഹെഡ്സ് 20,000 ആണ്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നു, ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ കോസ്റ്റിൻ്റെ എമൗണ്ട് 1,80,000 ആണ്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ കോസ്റ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പം സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സെയിൽസിൻ്റെ എമൗണ്ട് അറിയത്തില്ല. സെയിൽസിൻ്റെ എമൗണ്ട് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്യുക. ശ്രദ്ധിക്കുക, സെയിൽസിനെ നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്യുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10% ഓൺ സെയിൽസ് എന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റിന് 10% അങ്ങനെയെങ്കിൽ കോസ്റ്റ് 90% സെയിൽസിനെ 100% അസ്യൂം ചെയ്യുക. നമ്മൾ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണോ 10% എന്ന് പറഞ്ഞാൽ 10% ചെയ്യുക, 20% എന്ന് പറയുന്നത് 20% ചെയ്യുക. അവിടെ 10% എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ 10% എടുക്കുക, പ്രോഫിറ്റ് 10% എടുക്കുക. അപ്പം കോസ്റ്റ് എന്ന് പറയുന്നത് 90. കാരണം നമ്മൾ ഈ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. അപ്പം കോസ്റ്റ് 90 പ്ലസ് 10 10 = 100 എന്ന് വെച്ചാൽ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് സെയിൽസ്. സെയിൽസ് 100% നമ്മൾ അസ്യൂം ചെയ്തത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%. അങ്ങനെയെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 90% ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി ശ്രദ്ധിക്കുക, നമുക്ക് 90% എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, 90% എന്ന് പറയുന്നത് കോസ്റ്റാണ്, ടോട്ടൽ കോസ്റ്റാണ്. ഈ കോസ്റ്റിൻ്റെ എമൗണ്ട് നമുക്കറിയാം 1,80,000. ഇതിൻ്റെ എമൗണ്ട് നമുക്കറിയാം 1,80,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10% എന്ന് പറയുന്ന പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 10% എന്ന് പറയുന്ന പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അത് ഇവിടെയാണുള്ളത്. നോക്കുക, ഇവിടെ നോക്കുക, ടോട്ടൽ കോസ്റ്റ് നമ്മൾ 90% എന്ന് പറഞ്ഞ് 90% എന്ന് പറഞ്ഞ് എഴുതിയതാണ് 1,80,000. കണ്ടുപിടിക്കേണ്ട പ്രോഫിറ്റാണ്, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് 10%. അതാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതിയത്. 90% എന്ന് പറയുന്ന കോസ്റ്റ് 1,80,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10% ആണ്, പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ കണ്ടുപിടിക്കേണ്ടത് 90% ഈസ് ഈക്വൽ ടു 1,80,000 ആണ് എങ്കിൽ 10% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 90% 1,80,000 ആണെങ്കിൽ 10% നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ രീതി കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന എമൗണ്ട് 1,80,000 ആണ്. തന്നിരിക്കുന്ന എമൗണ്ട് എഴുതുക. 1,80,000 ഇൻറ്റു നമ്മൾ ഇവിടെ 10%, 10 ഡിവൈഡഡ് ബൈ 90. 1,80,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 90. നമുക്ക് ആൻസർ കിട്ടുന്നത് 20,000 കിട്ടും. 20 കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 20,000 എന്ന് ആൻസർ കിട്ടും. ശ്രദ്ധിക്കുക, 90% എന്ന് പറയുന്നത് നമുക്ക് 1,80,000 90% എന്ന് പറയുന്ന കോസ്റ്റാണ്. അത് നമുക്ക് അറിയാം. കോസ്റ്റിൻ്റെ എമൗണ്ട് നമുക്കറിയാം 1,80,000. 10% എന്ന് പറയുന്ന പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എമൗണ്ട് എഴുതുക. എമൗണ്ട് എന്ന് പറയുന്നത് 1,80,000. 1,80,000 ഇൻറ്റു 10 കണ്ടുപിടിക്കേണ്ട എമൗണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ബൈ 90. ഈ രീതി വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 20,000. ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 10% നമ്മൾ കണ്ടുപിടിച്ചത്, അത് പ്രോഫിറ്റാണ്. ഇത് ഈ 20,000 എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ 20,000 ഇങ്ങോട്ട് എടുക്കുക. 20,000 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ നമുക്ക് 1,80,000 കൂട്ടത്തിൽ 20,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,00,000 കിട്ടും. 2,00,000. ഇനി നോക്കി, 2,00,000-ൻ്റെ 10% അല്ലേ 20,000 എന്ന് നോക്കിയാൽ 2,00,000-ൻ്റെ 10% 20,000 എന്ന് വെച്ചാൽ സെയിൽസിൻ്റെ 10% പ്രോഫിറ്റ്. സെയിൽസിൻ്റെ 10% പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഈ രീതി വേണം ചെയ്യാൻ. ഇവിടെ ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റ് വരെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കണം, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് കോസ്റ്റിൻ്റെ ആണോ അതുപോലെ തന്നെ സെയിൽസിൻ്റെ ആണോ എന്ന് നോക്കണം. കോസ്റ്റിൻ്റെ ആണെങ്കിൽ ഡയറക്റ്റ് ആ കോസ്റ്റിൻ്റെ 1,80,000 ഇത്ര പെർസെൻറ്റേജ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ സെയിൽസിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ സെയിൽസ് തന്നിട്ടുണ്ടാവുകയില്ല. സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെയിൽസിനെ 100% അസ്യൂം ചെയ്യുക. സെയിൽസിനെ 100% അസ്യൂം ചെയ്തിട്ട് പ്രോഫിറ്റ് കോസ്റ്റിൽ എത്രയാണോ പറയുന്നത് ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20, അത്ര. എന്നാൽ ഈ 100-ൽ നിന്ന് 10 കുറയ്ക്കുമ്പം ഇവിടെ ബാക്കിയായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതായിരിക്കും കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ്, കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1,80,000 ആണ്. അങ്ങനെയെങ്കിൽ 10% പ്രോഫിറ്റിന് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഫിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ രീതി ചെയ്തിരിക്കുന്നത് 90% നമുക്ക്
ആ കോസ്റ്റ് നമുക്ക് 1,80,000 ആണെന്നറിയാം. 10% എന്ന് പറയുന്ന പ്രോഫിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുന്നു. 90 = 1,80,000. ദെൻ 10%, 10 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് ആദ്യം എഴുതുക, 1,80,000 എഴുതുക, ഇൻറ്റു 10 / 90, ദാറ്റ് ഈസ് 20,000. ആ 20,000 നമ്മളിവിടെ എഴുതുക. അതിന് 1,80,000 20,000 കൂടുമ്പോൾ നമുക്ക് 2 lakh കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. നമുക്ക് ബാക്കി ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.